ഷാജി വിചാരിക്കാതെ കിട്ടിയൊരു വിശിഷ്ട അതിഥിയാണ് നമ്മുടെ യേശുശീലൻ ചേട്ടൻ. യശ്വന്തിന്റെ സീനിയർ ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാവരെയും അറിയുന്ന ആളാണ്. ഞാനും ഇവിടെ 2008 ആ പേര് മറക്കാത്ത ഇതിന്റെ സവിശേഷമായ പേരുകൊണ്ടാണ്. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്, നമ്മൾ തമ്മിൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ഞാൻ ധാരാളമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ പൊന്നാനി MBS കോളേജ് നമുക്കൊരു വികാരമാണ്. വിശേഷം ഓരോരുത്തർക്കും ാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പല കാലങ്ങളിൽ അവിടെ പഠിച്ചു പോയവരാണ്. ബഷീറിന്റെ ബാച്ചായിരുന്നു. ബഷീർ പല സ്ഥലത്തും പല മേഖലയിൽ ഉയർന്ന പദവിയിലുണ്ട് പലരും. ഇന്ത്യയിലെ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ ടി പ്രദീപ് അവിടെ പഠിച്ചാണ്. അത് പലപ്പോഴും അറിയില്ല. പക്ഷേ ഇത് അവിടുത്തെ ഒരു ബാച്ചിലാണ്. ഒരുപാട് ആളുകളുണ്ട് പല സ്ഥലത്തും എത്തിപ്പെടുന്നത്. പിന്നെ എവിടെ ചെന്നാലും പൊന്നാനിക്കാരുടെ ഒരു മാനസിക യേശുക്കും പറയാം. ഞങ്ങളുടെ ഗുണം പൊന്നാനിക്കാരുടെ ഒരു മതേതര മാനവികത നമ്മൾ ലോകം മുഴുവൻ നടത്തിയിട്ടുണ്ട്. എവിടെ ചെന്നാലും പരസ്പരം സ്നേഹിക്കാനുള്ള ചീത്ത മനുഷ്യരെ പൊന്നാനി MBS കോളേജ് സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊന്നാനി MBS കോളേജിന്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം. നിങ്ങൾ തെരഞ്ഞു പിടിച്ചാൽ ഈ വന്ന ബാച്ചുകളിൽ ഒരു കുപ്രസിദ്ധി നേടിയ ഒരു അലുമിനിയില്ല. ഉണ്ടോ? കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കുപ്രസിദ്ധയായ ഒരു അലുമിനിയെയും പൊന്നാനി MBS കോളേജിൽ. മറ്റു പല കോളേജുകളുടെ സ്ഥിതി അങ്ങനെയൊന്നുമല്ല. അന്വേഷിച്ചു പിടിച്ചാൽ ആരെങ്കിലും ഒക്കെ കിട്ടും. ഞാൻ പല വഴി അന്വേഷിച്ചു നോക്കി. എന്റെ അറിവിൽ പൊന്നാനി MBS കോളേജിൽ പഠിച്ചിട്ട് ഏതെങ്കിലും ദുഷിച്ച വഴിക്ക് പോയ ആളുകൾ വളരെ കുറവാണ്. അത് ഒന്നാമത്തെ കാരണം രാമകൃഷ്ണൻ അപ്പോ അതിനൊരു കാരണം പൊന്നാനി എന്ന നാടിന്റെ ഒരു നന്മയാണ്. പിന്നെ മറ്റൊരു കാരണം അവിടുത്തെ നല്ല അധ്യാപകർ. ഒരു പ്രൈമറി സ്കൂൾ പോലെ ആയിരുന്നു കോളേജ്. ഒരു LP സ്കൂൾ ഹെഡ്മാഷ പോലെ ആയിരുന്നു നമ്മുടെ AV മൊയ്തുകുട്ടി സാർ. മൊയ്തുകുട്ടി സാർ കുട്ടികളെ ചെവിക്കാൻ പിടിക്കും, കുട്ടികളെ അടിക്കും. വീട്ടിലൊരു കാർന്നവർ എങ്ങനെ പെരുമാറിയിരുന്നു ആ മാതിരിയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ മൊയ്തുകുട്ടി സാറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കക്കൂസ് പോയി പോകും. ഞങ്ങളുടെ ഡൽഹിയിലൊക്കെ ഉണ്ട്. ഇവിടേക്ക് പ്രിൻസിപ്പൾ വരില്ല എന്ന് ആഞ്ഞു കൂക്കുമ്പോ ഒരാൾ ചെവി കക്കൂസിനുള്ളിൽ ചെവി അവിടെ ഒന്ന് പിടിച്ച് പുറത്താക്കും. അങ്ങനെ കുട്ടികളെ ചെവി പിടിക്കാന്നുള്ളത് അതിന്റെ സ്നേഹമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു രക്ഷാകർത്താവായിട്ട് മൊയ്തുകുട്ടി സാറിന്റെ അടുത്ത കാലത്തായിരിക്കില്ല നിങ്ങൾ പലരും. കുറെ പേര് മൊയ്തുകുട്ടി സാർ പോകുന്നതിന് ഇഷ്ടമുള്ളവരല്ലേ? നിങ്ങളൊക്കെ എവിടേക്ക് മൊയ്തുകുട്ടി സാർ നിങ്ങളിത് പഠിപ്പിച്ചിട്ടുണ്ടോ? മാത്തമാറ്റിക്സ് ആയിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കോളേജിൽ ചേരാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് ചേർന്നത്. സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തത് പഠിക്കാതിരുന്നാണ്. അങ്ങനെയാണ് കഥാപ്രസംഗം തുടങ്ങിയത്. കഥാപ്രസംഗം ചെയ്ത് കിട്ടിയ പൈസ കൊണ്ടാണ് കോളേജിൽ ചേരാനുള്ള പണം ആയിട്ട് പോയത്. അത് 15 രൂപ ഫീസ് ഉണ്ട്. അപ്പൊ മുന്നോക്ക ജാതിക്കാരായതുകൊണ്ട് ഫീസ് കിട്ടില്ല. അപ്പൊ എന്റെ അമ്മ ഒരു എന്താ ചെയ്യേണ്ടതല്ലേ, കഥാപ്രസംഗം ചെയ്ത് കിട്ടിയ പൈസ കൊണ്ട് ചേർന്നാൽ തുടർന്ന് പഠിക്കണ്ടേ. അമ്മ എല്ലാവരും സങ്കടപ്പെടുക. അമ്മ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, വേറെ എന്റെ ആഗ്രഹം കൊണ്ട് ചെയ്താണ്, കഥാപ്രസംഗം ചെയ്ത് കിട്ടിയ പൈസ കൊണ്ടാണ് ചെയ്യുന്നത്. മാസം 15 രൂപ കൊടുക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പാകില്ല. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. നല്ല കഴിവൊക്കെ ഉള്ള കുട്ടികളൊക്കെ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, ഈ മുന്നോക്ക ജാതിക്കാർക്ക് ഇവിടുത്തെ സ്കോളർഷിപ്പ് ഒന്നുമില്ല. ഒരു കുമാരപിള്ള ഫൗണ്ടേഷന്റെ യൂണിഫൈഡ് ഫീ കൺസെഷൻ വരും. അത് 4 മാസം ഫീസ് അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചു. ഞാനത് മറന്നു. ഫീസിനൊക്കെ കുറെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ദിവസം ഞാനിങ്ങനെ താഴത്ത് റോഡിനോട് നോക്കുമ്പോൾ കാണാം, യൂണിഫൈഡ് ബോർഡിന്റെ മുകളിലോട്ട് എന്താന്ന് മനസ്സിലാവില്ല. മുഴുവൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൂർണ്ണമായിട്ട് പറയില്ല. യൂണിഫൈഡ് എന്ന് പറഞ്ഞു. അപ്പൊ യൂണിഫൈഡ് എന്നൊരു വാക്ക് എന്റെ മനസ്സിലാവും. അങ്ങനെ പോയി നോട്ടീസ് ബോർഡ് നോക്കുമ്പോൾ യൂണിഫൈഡ് ഫീ കൺസെഷൻ അപേക്ഷയാണ്. ആ അപേക്ഷ കൊടുപ്പിച്ചത് വാസ്തവത്തിൽ സാറാണ്. അവിടുന്നാണ് 5 വർഷം ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള അവസരം. ഒരു പ്രിൻസിപ്പലാണ് ഓരോ കുട്ടിയെയും, അന്ന് അമ്മ പറഞ്ഞ ഒരു അപേക്ഷയെ മനസ്സിൽ വെച്ച് ആ കുട്ടിയെ തിരഞ്ഞു പിടിച്ച് അത് വാങ്ങിക്കൊടുക്കുന്ന വിധത്തിലുള്ള രക്ഷാകർത്തൃത്വമായിരുന്നു ലക്ഷ്യം. ഞങ്ങളുണ്ടായിരുന്ന കാലത്ത് കെമിസ്ട്രിയിൽ TM സാറുണ്ട്. TM സാറിന് എല്ലാവരെയും അറിയാം, നമ്പർ അറിയാം. നമുക്കൊരു അറ്റൻഡൻസ് നമ്പർ ഉണ്ടല്ലോ. കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുറെ കാലം കഴിഞ്ഞു മാഷ കണ്ടില്ല. ഒരു ദിവസം അങ്ങനെ എവിടെ വെച്ച് കണ്ടു. എന്ത് പറയുന്നു 17 എന്ന് ചോദിച്ചു. ഞാനെന്റെ നമ്പർ ഡിഗ്രിക്കാലത്തെ നമ്പറാണ് 17. അങ്ങനത്തെ TM സാർ
ഉതുപ്പ് സാറുണ്ടായിരുന്നു EP മുഹമ്മദ് അലി ഇംഗ്ലീഷ്, കടവനാട് സാർ, നമ്മുടെ റാഫിയുടെ അമ്മാവൻ, അവരൊക്കെ CH അഹമ്മദ് ഹുസൈൻ, സഗീർ ഖാദിരി സാർ, ശങ്കരൻ സാർ, എക്കണോമിക്സ് കോമേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ MM നാരായണൻ സാർ, വളരെ പ്രധാനപ്പെട്ട ആളാണ്. RP പിള്ള ഇംഗ്ലീഷ് സാർ, RP പിള്ള, കോമള വലിയ ടീച്ചർ, ഭാരതി ടീച്ചർ, ശാന്തകുമാരി ടീച്ചർ, സൈദാലി മാഷ്, കെമിസ്ട്രിയുടെ സൈദാലി മാഷുണ്ട്, കടവനാട് സാറിന്റെ ഒപ്പം സൈദാലി സാറിന്റെ, അതൊക്കെ നിങ്ങൾ ഒരു വിളിക്കുമ്പോൾ സാറ് പോയിട്ടുണ്ടാവും. CH അഹമ്മദ് ഹുസൈൻ പറഞ്ഞു, CH പറഞ്ഞു ഭാര്യ, പിന്നെ ഷംസുദ്ദീൻ സാർ. ആ ഒരു കാലത്തുണ്ടായിരുന്ന അധ്യാപകരൊക്കെ ഇവിടെ മിക്കവാറും കുട്ടികളുടെ അത്ര പ്രായം ഉണ്ടായിട്ടുള്ളൂ, കണ്ടാൽ അറിയില്ല. ഈ മറ്റേ സഗീർ ഖാദിർ സാറിനെയും കടവനാട് സാറിനെയും കുട്ടികളാണ് അധ്യാപകരാണ് തിരിച്ചറിയാത്ത ആൾക്കാർക്ക്, അത്ര ചെറുപ്പക്കാരായിരുന്നു അധ്യാപകർ. ആ അധ്യാപകരൊക്കെ വളരെ സ്നേഹശാലികളാണ്. ഇപ്പൊ കടവനാട് സാറിന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തിന് 2 ദിവസം മുമ്പ് മാറഞ്ചേരിയിൽ പാർസി മുഹമ്മദ് ഖാന്റെ അനുസ്മരണ സമ്മേളനത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പ്രസംഗിച്ചത്. ഞാൻ അതിന്റെ ഉദ്ഘാടകനായിരുന്നു, അധ്യക്ഷൻ മാഷായിരുന്നു. അപ്പൊ കഴിഞ്ഞു വന്നപ്പോൾ എന്റെ ഒരു സഹജമായ സ്വഭാവം വെച്ച് ഞാൻ കാല് രണ്ടും തൊട്ട് നമസ്കരിച്ചപ്പോൾ എന്റെ കാല് വരണെങ്കിൽ പരിപാടി ഒന്നുകൊണ്ടാണ് മാഷാക്കനെയൊക്കെ കാണാൻ ഇതിനൊന്നും അങ്ങനെ സുഹൃത്തിനെ പോലെ തോളിൽ കഴിട്ട് നടക്കുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ കുറെ നന്മ നിറഞ്ഞ അധ്യാപകരാണ് നമ്മൾ പോകുന്നത്. ആ അധ്യാപകരുടെ നന്മ കുട്ടികളിലേക്ക് പകർന്ന് കിട്ടിയതുകൊണ്ടാവാം പൊന്നാനി കോളേജിലെ കുട്ടികൾ ആരും ചീത്തയായിട്ടില്ല എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. അതുകൊണ്ട് ഇപ്പോൾ അബുദാബിയിൽ ഇപ്പൊ എന്നെ കാണണമെന്ന് തോന്നിയതും എന്നെ വിളിച്ചതൊക്കെ ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണ്. നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു വികാരം നമ്മുടെ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരാണ്. തീർച്ചയായും പൊന്നാനി MS കോളേജിലെ അലുമിനിയം എന്ന് ഞാൻ പറയില്ല, വിദ്യാർത്ഥികൾ, കുട്ടികൾ, കോളേജിന്റെ കുട്ടികൾ ലോകത്തെവിടെ ചെന്നാലും അവരുടെ മനുഷ്യത്വം നിലനിർത്തും. അത് നിലനിർത്തണം. വിശേഷിച്ചും ഈ കാലത്ത് പൊന്നാനിക്കാർക്ക് വലിയ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ, യേശുവേട്ടൻ തിരിച്ച് പൊന്നാനിക്കാർക്ക് എന്തായിരുന്നു ഉത്തരവാദിത്തം? പൊന്നാനി ഒരു സവിശേഷ സ്ഥലമാണ് സർ. ലോകത്ത് ഇത്രയേറെ മൈത്രിയോടുകൂടി മനുഷ്യർ ജീവിച്ച സ്ഥലമാണ്. ഇത്രയേറെ വലിയ കലാകാരന്മാരെ കൊണ്ടായ വെളിയങ്കോട് ഉമർ ഖാലി ഗാന്ധിജി ജനിക്കുന്നതിനും 100 വർഷം മുമ്പ് നികുതി നിഷേധ പ്രസ്ഥാനം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഉമർ ഖാലിയെ കുറിച്ച് നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. ഈജിപ്തിലൊക്കെ ഉമറുൽ ഫക്കീർ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു പ്രശസ്തനായ കവി വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാലിയല്ല. അദ്ദേഹത്തിന്റെ അറബിയിലുള്ള കൃതികൾ ഉമർ ഖാലിയെ നമ്മൾ മനസ്സിലാക്കിയില്ല. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ആണ് ആ വലിയ ദർസ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രമാണ് പൊന്നാനിയിലെ ദർസ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പള്ളി മസ്ജിദ് നബവി ഒരു വിശ്വവിജ്ഞാന കേന്ദ്രമായിരുന്നു. ലോകത്തെ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു. അവിടെ ദൈവശാസ്ത്രം മാത്രമല്ല പഠിപ്പിച്ചു. ഇസ്ലാം ആ കാലത്ത് ലോകത്ത് വ്യാപിച്ചത് ഈ വിജ്ഞാനം കൊണ്ടാണ്. ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും പഠിപ്പിച്ച ദൈവശാസ്ത്രം, ആയുർവേദ ശാസ്ത്രം, ഗോളശാസ്ത്രം, സമുദ്രശാസ്ത്രം, വാണിജ്യശാസ്ത്രം ഒക്കെ പഠിപ്പിച്ചിരുന്ന ആ ഒരു പാരമ്പര്യത്തിൽ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മസ്ജിദ് ഉള്ളത് പൊന്നാനിയിലാണ്. വലിയ ജുമാഅത്ത് പള്ളി. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മരക്കടവത്ത് ഇറങ്ങിയിട്ട് കുറെ ദൂരം കോളേജിൽ എന്നിട്ട് ഈ പള്ളി ചുറ്റി അപ്പുറത്ത് കയറും, ഒന്ന് നടന്നു പോകും. അവിടെ ശാരദ ഹോട്ടലിന്റെ ഇപ്പുറത്തൊരു കോടതിയുടെ അപ്പുറത്തൊരു ചായ കുടി, അവിടെ നിന്നുള്ള ചായ കുടിക്കാൻ പറ്റും. ഞങ്ങൾ കമ്പനിയായിട്ട് വന്ന് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഹബീബ് ഉണ്ടായിരുന്നു, പൊന്നാനി H കൂടത്തിന്റെ ഒരു ജലീലുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഇവരെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അന്ന് ഈ വലിയ ജുമാഅത്ത് പള്ളിയുടെ 2 സൈഡിലുള്ള വഴികളിൽ ആണ് ഞാനിങ്ങനെ പടിഞ്ഞാറ് മക്കത്തേക്ക് നോക്കിയിരിക്കുന്ന സൂഫി ദസ്വി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കണ്ണുകളിൽ സമാധാനവും ശാന്തിയും സ്നേഹവും മാത്രമുള്ള അസംഖ്യം സൂഫ്യ വര്യന്മാരെ ആ കാലത്ത് പൊന്നാനി. ഇപ്പൊ അവരവിടെ ഉണ്ടോന്ന് തീരുമാനത്തിൽ ഞാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു. തൃക്കാവ് ക്ഷേത്രം ഹൈന്ദവരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. തൃക്കാവ് ക്ഷേത്രവും വലിയ ജുമാഅത്ത് പള്ളിയും അവസാനം ഇവിടെ വന്ന കുറച്ച് ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ പള്ളികളും ഒക്കെ ചേർന്ന് ലോകത്തൊരു മതേതര മാതൃകയായി ഉണ്ടായ നാടാണ് പൊന്നാനി. ഏത് കാലത്ത് നോക്കൂ, പൊന്നാനിയിലാണ് ഇന്ത്യയിലൊരു മതപരിവർത്തന കേന്ദ്രമുള്ളത്.
സാധാരണ മതപരിവർത്തന കേന്ദ്രങ്ങളിലോടത്ത് മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാവില്ല. മതത്തിലേക്ക് ആളെ മാറ്റുന്ന സ്ഥലം മതത്തിൽ ഇസ്ലാം സഭ അവിടെയുള്ളത്. പക്ഷെ മതത്തിന്റെ പേരിൽ ഒരു കാലത്തും ഒരു തരത്തിലുള്ള വാക്കേറ്റം പോലും ഉണ്ടായിട്ടില്ലാത്തൊരു പ്രദേശമാണ്. പിന്നെ വിജ്ഞാന കേന്ദ്രമായിരുന്നു. അവിടെയാണ് ഫരീദ് ഔലിയ പഠിച്ചത്, കുഞ്ഞാൻ മുസ്ലിയാർ പഠിച്ചത്. ഒരുപാട് ആളുകൾ അവിടെ വിളക്കത്തിൽ പഠിച്ചതാണ് ജുമാഅത്ത് പള്ളിയിൽ. അപ്പൊ ഈ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായിരുന്നു. തൃക്കാവ് സാമൂതിരി രാജാവിന്റെ 2ാം തലസ്ഥാനമായിരുന്നു. സാമൂതിരിയുടെ 1ാം തലസ്ഥാനം കോഴിക്കോടും 2ാം തലസ്ഥാനം തൃക്കാവാണ്, പൊന്നാനിയായിരുന്നു. അക്കാലത്ത് ഹിന്ദുമത വിശ്വാസത്തിന്റെ ഒരുപാട് ആളുകൾ ആ കേന്ദ്രം തൃക്കാവ് കേന്ദ്രീകരിച്ച് പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തമ്മിൽ ഒരു സംഘർഷവും കൂടാതെ പുലർന്നൊരു നാടാണ്. അപ്പൊ ആ പൊന്നാനിയുടെ ഒരു എക്സ്റ്റൻഷനാണ് പൊന്നാനി MBS കോളേജ്. എനിക്ക് ഓർമ്മയുണ്ടത് ബിച്ചുബാവയും ഹംസ സാഹിബൊക്കെ അടക്കം എല്ലാ രാഷ്ട്രീയക്കാരും കൂടി പഠിപ്പിട്ടിട്ടാണ് അങ്ങനെ ഒരു കോളേജ് അവിടെ കൊണ്ടുപോകുന്നത്. അതൊന്നും ആ കോളേജിലായിരുന്നു നമ്മളൊന്നും പഠിക്കില്ല. അതൊന്നും പൊന്നാനി കോളേജ് ഇല്ലെങ്കിൽ നമ്മൾ പലരും പഠിക്കാൻ സാധ്യത വളരെ കുറവാണ്. SSLC കഴിഞ്ഞ് നാട് വിടുമായിരുന്നു. ഇപ്പോൾ ഒരു ഡിഗ്രി ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, പ്രീ ഡിഗ്രിയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജ് അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതിന് MES എന്ന പ്രസ്ഥാനത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കും. MESന് പിൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ ഗഫൂറിന്റെ കാലത്ത് MES ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ഇപ്പൊ ആൾക്കാരെ കുറിച്ച് പല ആക്ഷേപമൊക്കെ പറയും MESനെ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ എങ്കിൽ ആ കാലത്ത് MES ചെയ്ത വലിയ സേവനം മമ്പാട്, മണ്ണാർക്കാട്, പൊന്നാനി പോലെ മലപ്പുറം ജില്ലയിലെ അവികസിത വിദ്യാഭ്യാസം എത്താത്ത മേഖലകളിലൊക്കെ ഡോക്ടർ ഗഫൂർ എന്ന് പറഞ്ഞാൽ സിദ്ദി സാഹിബിന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒക്കെ പാരമ്പര്യമുള്ള ഒരു സ്ഥലം. കൊടുങ്ങല്ലൂർ അക്കാലത്ത് നവോത്ഥാനത്തിന്റെ കേന്ദ്രമായി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കൊടുങ്ങല്ലൂർക്കാരനാണ്, സീതി സാഹിബ് കൊടുങ്ങല്ലൂർക്കാരനാണ്. വിവിധ രാഷ്ട്രീയ മേഖലകളിലാണ് അവർ എത്തിയതെങ്കിലും വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളുകൾ. വിശേഷിച്ചും മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇന്നിപ്പോൾ മനസ്സിലാവില്ല. അക്കാലത്ത് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പഠിക്കാൻ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുള്ളിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അക്കാലത്താണ് അതിനെ അതിജീവിച്ചു നമ്മുടെ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ചരിത്രപരമായ ഒരു വലിയ വിച്ഛേദമാണ് MES പൊന്നാനി കോളേജ് ഉണ്ടാക്കിയത്. അതിന്റെ ചരിത്ര കാര്യം. അപ്പൊ അതുകൊണ്ട് അവിടെ പഠിച്ച കുട്ടികൾ എന്നതിലേക്ക് നമ്മൾ ചരിത്രത്തിന്റെ സന്തതികൾ കൂടിയാണ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ പൊന്നാനിയായിട്ട് ലോകം മാറണം. പൊന്നാനിയിൽ നമ്മൾ ജീവിച്ച മനുഷ്യർ ഇപ്പോൾ തോന്നുന്ന വികാരം എത്രയും നമുക്ക് പ്രായമായി വയസ്സൊക്കെ അത്യാവശ്യമായില്ലേ? എനിക്ക് അത്യാവശ്യം വയസ്സായി. അപ്പൊ നമുക്കൊക്കെ എന്നിട്ട് ഇപ്പോഴും കുട്ടികളെ പോലെ ആ പഴയ മാതൃവിദ്യാലയം വിളിക്കുന്നുണ്ടല്ലേ. ഈ തിരക്കിനിടയിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്താൻ തോന്നുന്ന ഒരു വികാരമാണ് അത്. ഇപ്പൊ മറ്റു പല കോളേജുകളും ഉണ്ടാവും. ഇപ്പം സാറ് വിളിച്ച കോളേജ് കോളേജ് കോളേജാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നേരിട്ടുള്ള ശിവഗിരിയുടെ അടുത്താണ് കോളേജ്. മണമ്പൂർ രാജഗോപാൽ കോളേജ് അവിടെ പഠിച്ചത് അപ്പോൾ പറയാറുണ്ട്. അപ്പൊ ഓരോ കോളേജിന് വികാരമുണ്ടാവും. നമ്മൾ പൊന്നാനിക്കാരെ സംബന്ധിച്ച് പൊന്നാനിക്കുള്ള പൊന്നാനിയിൽ പണ്ടൊരുത്തൻ ഉണ്ടായിരുന്നു, പൊന്നാനി എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നൊരുത്തൻ. ഇത് കുഞ്ഞുണ്ണി മാഷ്, ഞാനാണ് കുഞ്ഞുണ്ണി മാഷ് പൊന്നാനി കോളേജിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നത്. അന്ന് അവിടെ വെച്ച് മാഷ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടൊരു കവിതയാണ്. പൊന്നാനിയിൽ പണ്ടൊരുത്തൻ ഉണ്ടായിരുന്നു, പൊന്നാനി എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നൊരുത്തൻ. നീയാണ് പൊന്നൻ, അപരനാണ് പൊന്നൻ, അപരത്വമാണ് സ്വർണ്ണാനുഭവം. ഞാനല്ല, ഞാൻ പൊന്നാണെന്നാണ്. ഈ ഫാഷിസത്തിന്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഞാനാണെല്ലാം. ഐ ആം ദ മാസ്റ്റർ, ഐ ആം ദ മൊണാർക്ക്, ഐ ആം ദ സുപ്രീം എന്ന് ചിന്തിക്കുന്നിടത്താണ് എപ്പോഴും ഫാഷിസം ആരംഭിക്കുന്നത്. ഞാനല്ലാതെ ഒരാളും ഇല്ല. അതെക്കാലത്തും അറിയാം. ചരിത്രത്തിൽ ഇപ്പോൾ കിടക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ. പക്ഷെ അത് മറികടക്കുന്നത് നീയാണ്, അപരനാണ്, നീയാണ് ഞാൻ, അല്ലെങ്കിൽ നിന്നിൽ ആണ് ഞാൻ എന്നെ കാണുന്നത്, നീയാണ് പൊന്നൻ എന്ന് പറയാൻ കഴിയുന്ന, അപരത്വത്തെ തന്നോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മഹിതമായ സംസ്കൃതിയാണ് പൊന്നാനി പ്രവർത്തിക്കുന്നത്. പൊന്നാനിയിൽ പഠിച്ച ആളാണ് കുഞ്ഞായൻ മുസ്ലിയാർ എന്നുള്ള പിടിച്ചിട്ടുണ്ട്. കുഞ്ഞായൻ മുസ്ലിയാരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മങ്ങാട്ടച്ചനായി, സാമൂതിരി രാജാവിന്റെ പ്രധാന സൈന്യാധിപനാണ്. അവർ വളരെ കുട്ടിക്കാലം മുതൽക്ക് ഒപ്പുണ്ടായിരുന്ന ആളുകളാണ്. അങ്ങനെ ഒരു കഥ പറയും. ഒരിക്കൽ മങ്ങാട്ടച്ചൻ ഒരു സൈന്യത്തെ നയിച്ച് ഏതോ വഴിയിലൂടെ വരുമ്പോൾ അവിടെ കുഞ്ഞായൻ മുസ്ലിയാർ കുറച്ച് ആളുകൾ കൂടിയിരുന്നത്. കുഞ്ഞായൻ കുതിരയെ നിർത്തി. ഒന്നും പറയണ്ട ടച്ച, ഒരു പാമ്പിനെ ഞങ്ങള് തല്ലിക്കൊന്ന് പറഞ്ഞപ്പോഴേക്ക് പട പോവില്ലേ, അത് പറയാനേ പറ്റുള്ളൂ. കുതിര മുന്നോട്ട് പോയി. പിന്നീട് കുഞ്ഞായനെ കാണുന്നത് 16 വർഷങ്ങൾക്ക് ശേഷമാണ്. കണ്ട ഉടനെ മങ്ങാട്ടൻ ചോദിച്ചു, എന്നിട്ട് എന്താ ഉണ്ടായ കുഞ്ഞായ? എന്നിട്ടെന്താണ് ഞങ്ങൾ തോണ്ടിയിട്ട് കാട്ടിയത് വലിച്ചത്. അപ്പൊ 16 കൊല്ലം കഴിഞ്ഞപ്പോൾ നിർത്തിയെടുത്ത് തുടങ്ങാൻ മങ്ങാട്ടത്തിനും കുഞ്ഞായ മുസ്ലിയാർക്കും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര കൊല്ലമായിട്ടുണ്ടാവും?
എത്രയോ കൊല്ലമുണ്ടാവും, പക്ഷെ നിർത്തിയെടുത്ത് തുടങ്ങാൻ സാധിക്കും. അതാണ് ഈ ബന്ധത്തിന്റെ പവിത്രത. എവിടെയാണോ നമ്മൾ നിർത്തിയത് ആ നിമിഷം എത്ര കൊല്ലം കഴിഞ്ഞാലും അതേ ഊഷ്മളതയോടുകൂടി അതേ തുടർച്ചയിൽ ഏറ്റെടുക്കാൻ സാധിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് തുടർച്ചകളില്ലാതെ നമ്മൾ ആരായിരുന്നു, നമ്മൾ എവിടുന്ന് വന്നു, നമ്മളെ നാമാക്കിയത് ആരാണ്, ആ ഒരു വിചാരമാണ് വാസ്തവത്തിൽ പൊന്നാനി UPS കോളേജിൽ നിൽക്കും നമുക്കും തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കടലിക്കരെ അബുദാബിയിൽ ഈ തിരക്ക് പിടിച്ച കാലത്ത് ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയേറെ ആളുകൾ ഒന്നിനും വേണ്ടിയല്ലാതെ ഒന്ന് കാണുക, വർത്തമാനം പറയുക, കൈപിടിക്കുക, സന്തോഷം അനുഭവിക്കുക, ഇങ്ങനൊരു വികാരമാണ്. ഇത് തിരിച്ചു പിടിക്കുക, ഇത് വികാരമാണ്. ഒരു വികാരം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജൈവ മനുഷ്യന് വികാരമുണ്ട്. ഒരു പഴയ കൂട്ടുകാരനെ കൈയിൽ പിടിക്കുമ്പോൾ കാലത്തിന്റെ പ്രവാഹത്തിനപ്പുറത്തേക്ക് സ്നേഹം പ്രവഹിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരു കൈ പിടിക്കുമ്പോൾ നമുക്ക് കുട്ടിക്കാലത്തെ സംഗീതം കേൾക്കാൻ സാധിക്കും. പൊന്നാനി ക്യാൻറ്റീനിലെ ഒരു പൊറോട്ട 12 കഷ്ണമാക്കി തിന്ന കാലം എനിക്ക് ഓർമ്മ. ഒരു പൊറോട്ട അത് കഷ്ണമാക്കാൻ സമയമില്ല. അത് ഞാൻ മാങ്ങ കടിച്ചു തിന്നതുപോലെ തന്നെ ഒരുത്തന്റെ വായിന്ന് വലിച്ചെടുത്തിട്ടാണ് കഴിച്ചിരുന്നത്. അങ്ങനെ തിന്നത് ദാരിദ്ര്യം കൊണ്ടാവും. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എനിക്ക് പൈസ ഉണ്ടാവില്ല, ചായ കുടിക്കാൻ പൈസ ഇല്ലാതെ അന്ന് ഒരു മാനക്കെടൂല പോയിട്ട് കുട്ടിയുടെ 5 പൈസ തരും, പെൺകുട്ടികൾ പോയിട്ട് ഇരക്കുക. പെൺകുട്ടികളും ചായ കുടിക്കാൻ പൈസ ഇല്ലായിട്ടാണ്. ഉള്ളവരുണ്ടാവും, അത് പൈസ ഉള്ളവരുണ്ടാവും. അങ്ങനെ എത്രയോ പെൺകുട്ടികളൊക്കെ ബസ് കൂലിക്ക് കിട്ടിയ പൈസ 5 പൈസയും 10 പൈസയും തന്നിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഓർമ്മയുണ്ടാവും. അത്ര നിഷ്കളങ്കമായ കുട്ടിക്കാലം ആ കോളേജ് നമുക്ക് സ്കൂൾ പോലൊരു കോളേജായിരുന്നു. അത്രയൊന്നും അറിയപ്പെട്ട ഒരു സ്ഥലമല്ല. കടപ്പുറത്തെ സാധാരണ മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കലോത്സവമൊക്കെ നടത്തുന്ന കാലത്ത് കടപ്പുറത്തുനിന്ന് ആള് കയറിയിട്ട് വലിയ പ്രശ്നമായിരുന്നു. എന്നുവെച്ചാൽ ഈ നാടകം റിഹേഴ്സൽ ചെയ്യുന്നത്. നാടകം റിഹേഴ്സൽ ചെയ്തത് രാത്രിയാണ്, കോളേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി കാണുമ്പോൾ അവിടുത്തെ കടപ്പുറത്തെ കുറെ ആൾക്കാർ വന്ന് കേൾക്കും. അപ്പോൾ ഒരു മാസം റിഹേഴ്സൽ നടക്കും. ഡയലോഗൊക്കെ ഇവർക്ക് അറിയട്ടോ, നമുക്കതറിയില്ല. അപ്പൊ സ്റ്റേജ് കയറിയിട്ട് ഒരാളൊരു ഡയലോഗ് പറയുന്നത് അടുത്ത ഡയലോഗ് ആകെ പ്രശ്നം. കംപ്ലീറ്റ് നാടകം ജനങ്ങൾ ഏറ്റെടുത്തു. പിന്നെ സംഭാഷണം നമ്മൾ അടുത്ത ഡയലോഗ് മറ്റൊരാൾ പറയും. അപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന ആകെ കുഴപ്പത്തിലായി. അന്ന് നമ്മുടെ AP ഉമ്മർകുട്ടി മരിച്ചുപോയി. നല്ല കലാകാരനാണ്. ഉമ്മർകുട്ടി ഓർമ്മയുണ്ടോ? പൊന്നാനി ഉമ്മർകുട്ടി ഉമ്മർകുട്ടി ആയിരുന്നു ഈ നാടകങ്ങളൊക്കെ എഴുതാം. അവസാനം ഉമ്മർകുട്ടി പൊറുതി മുട്ടിയിട്ട് റിഹേഴ്സൽ നടന്നു മാറ്റിയത്. റിഹേഴ്സൽ മുഴുവൻ ആളുകൾ കാണും. അപ്പൊ അത്ര നിഷ്കളങ്കരായിരുന്നു. ആ കടപ്പുറത്തെ സകല ആളുകൾ അവിടെ ഉണ്ടാവും. അവിടെ SFI KSU തല്ലുണ്ടാവുന്ന കാലത്ത് അതുപോലെ അറിയണ്ടാവും. അതുപോലെ അടി കിട്ടിയത് അത് പുറത്തുനിന്ന് ആളുകൾ അടിക്കും. അതങ്ങനെ അടിക്കാൻ ഈ പുറത്തെ രാഷ്ട്രീയം അകത്തേക്ക് വരും. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ സഖാവിന്റെ വീട്ടിൽ ലാൽഭവന്റെ ചുറ്റും SFIക്കാരുടെ സംഘം. അന്ന് KSU SFI അക്കാലത്ത് KSU വലിയ ആധിപത്യമുള്ള കാലമാണ്. മൊത്തം കോവിഡിനൊക്കെ കാലത്ത് ഞാൻ വരുമ്പോൾ KSU കൊണ്ട് സർവാധിപത്യം പ്രകടിപ്പിച്ചു. ആദ്യമായിട്ടൊരു SFIക്കാരൻ ജയിച്ചത് ജയപ്രകാശ്. അന്ന് ഇതൊക്കെ പറഞ്ഞാലും അടിയും തല്ലൊക്കെ ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞാലോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ജോൺസൺ നമ്മളൊക്കെ ഇത്താക്കയിലേക്ക് വീണ്ടും നാടകം കയ്യിലൊക്കെ വിളിക്കുന്നത് ജയരാജൻ അല്ല, ജയരാജന്റെ നാടകത്തിലെ പകരം ഒരുപാട് അങ്ങനെ പറഞ്ഞ ഒരുപാട്. ഞാൻ കഥാപ്രസംഗം ആദ്യം ചെയ്തത് അവിടെയാണ്, കോളേജിലാണ്. ഞാൻ കഥാപ്രസംഗം ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, മിമിക്രി കാണിച്ചിട്ടുണ്ട്. ഞാൻ കഥാപ്രസംഗത്തിന് സ്റ്റേറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd പ്രൈസ് വിന്നറായിരുന്നു. ഇവിടുന്നാണ് തുടങ്ങിയത്. ചെറുകഥയ്ക്ക് ഫസ്റ്റ് പ്രൈസ് വിന്നറായിരുന്നു, കവിതയ്ക്ക് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. എന്റെ കലാജീവിതമൊക്കെ തുടങ്ങിയത് വാസ്തവത്തിൽ പൊന്നാനി UPS കോളേജ്. അതിന് മുമ്പ് ഞാൻ എഴുതുമായിരുന്നെങ്കിലും പൊന്നാനി UPS കോളേജ് അന്തരീക്ഷമുണ്ട്. അന്ന് രാധാകൃഷ്ണ മാഷ് ഉണ്ടായിരുന്നു. നമ്മുടെ MM നാരായണ മാഷ് വരുന്നതിന് മുമ്പ് ഓമളി ടീച്ചറുടെ ഹസ്ബൻഡ് രാധാകൃഷ്ണ മാഷ് അസാമാന്യ റിബലായിട്ടുള്ള ഒരു വലിയ ചിന്തകനായിരുന്നു മെലിഞ്ഞ മാഷ്. പിന്നെ MM സാറിനൊന്നും പിന്നീടുള്ള ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അന്ന് ഒരുപാട് നാടക പ്രവർത്തനവും കലാപ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്തും ചെയ്യാൻ അതിനൊക്കെ പിന്തുണ തരുന്ന പ്രിൻസിപ്പൽ. എനിക്ക് ഞാനൊരു പത്രം നടത്തി കോളേജ് ടൈംസ്. അതിലിങ്ങനെ രഹസ്യവാർത്തകൾ പലതും പബ്ലിഷ് ചെയ്യും. അപ്പൊ ഇദ്ദേഹം നോക്കും, ഒരു ദിവസം കോളേജ് ബിൽഡിങ്ങിൽ ആല് മുളച്ചേ എന്നൊരു വാർത്ത. കോളേജ് ബിൽഡിങ്ങിന് ഒരു ആല് മുളച്ച് നിൽക്കുന്നത് ഒരു വാർത്ത വന്നു. അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് പൈപ്പിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ക്ലാസ്
അല്ലെ ക്ലാസ്സിലേക്ക് സാധ്യത എവിടെ ആരോട് എനിക്ക് മനസ്സിലായില്ല കാര്യം ആരോടെ സാറിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ഒരു ഗവൺമെന്റിനോട് ആര് കൊടുത്തു. എന്നിട്ട് ആളിനെ വിളിച്ചത് അപ്പൊ ഈ കോളേജിൽ കുട്ടികൾ നടത്തുന്ന പത്രത്തിലെ വാർത്തയോട് വരെ പ്രതികരിച്ചിരുന്ന നിഷ്കളങ്കനായ അധ്യാപകനായിരുന്നു സാർ. അങ്ങനെ എത്രയും മനുഷ്യർ ആ അധ്യാപകർ തന്നൊരു മൂല്യം വളരെ വലുതായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കുട്ടിക്കാലത്ത് കുചേലവൃത്തം പഠിക്കാനുണ്ടായിരുന്നു. കുചേലവൃത്തം പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച അത് സ്കൂളിലാണ് യേശു മാഷ് പറഞ്ഞത്, ഈ ഇരേഴ് ഉലകുവാഴിയായ അല്ലെ 72 ലഘുവാഴിയായ തമ്പുരാൻ എത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു. വയസ്സിന്റെ ക്ലാസ്മേറ്റാണ്, കൂടെ പഠിച്ച ആളാണ്, ശ്രീകൃഷ്ണന്റെ കൂടെ പഠിച്ച ആളാണ് കുചേലൻ. കുചേലൻ മഹാദരിദ്രനായി, 5 മക്കളായി, പട്ടിണിയായി, ഗതികേടായി. അവസാനം കുചേലന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ കൂടെ പഠിച്ച ആളല്ലേ ശ്രീകൃഷ്ണൻ, എന്ത് നല്ല സൗകര്യത്തിലാണ് ജീവിക്കണം, പോയി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തരാതിരിക്കും. അങ്ങനെ പട്ടിണി കിടന്ന് കുട്ടികൾ രാവിലെ കാൽക്കൽ വീണ് കെട്ടിക്കിടക്കും. പേർ എഴുതില്ല, ഇല്ലങ്ങളിൽ ചെന്ന് നടന്നിരുന്നാൽ ഇല്ലെന്ന് ചൊല്ലുന്നു ജനങ്ങൾ ഏറും, അല്ലെങ്കിൽ ആഴക്കരി നൽകുമ്പോൾ അല്ലെങ്കിൽ മുഴക്കതും അന്തി നേരം മുഴക്ക് ചോർ കൊണ്ടൊരു വാസനാന്തം കഴിക്കും 5-6 ജനങ്ങൾ ഇപ്പോൾ കിഴക്കുതിക്കുമ്പോൾ ആത്മജന്മാർ കഴൽക്ക് കെട്ടി കരയുന്നു കാന്ത. വിശന്നിട്ട് രാവിലെ കുട്ടികൾ കാൽക്കൽ കെട്ടിപ്പിടിച്ച കരയാണ്. ഇതൊന്നും ആ കൃഷ്ണനോട് പറഞ്ഞൂടെ വെച്ചിട്ടാണ് കൃഷ്ണനെ കാണാൻ വേണ്ടി വെറുതെ പോകാൻ പറ്റില്ല എന്ന് നേർന്ന് കിട്ടിയ നെല്ലുകൊണ്ട് ഇത്തിരി അവലുണ്ടാക്കി അത് പൊതിഞ്ഞ് കക്ഷത്ത് വെച്ചിട്ടാണ് ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നത്. അവിടെ ചെന്ന് 7-ാം മാളികയുടെ മുകളിൽ ഇരിക്കുന്ന ആൾ ഈ താഴത്തുള്ള ക്ലാസ്മേറ്റിനെ കണ്ട് ഓടി വന്ന് നാറി പൊടിച്ച് വിയർപ്പ് ഉടുത്ത് എന്ന് പറയാവുന്ന കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടുപോയി ചപ്രപഞ്ച കട്ടിലിരുത്തി അർഘ്യവാദികൾ നൽകി ആദരിച്ചു. സാറേ എന്താ നീ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചു. അത് കാണിക്കാൻ ലജ്ജയായി. അതായത് പിടിച്ചു വാങ്ങി ആ അവില് ഓരോ പിടി തിന്നുമ്പോഴും ശ്രീകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ കുചേലന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. മെസ്സേജിന്റെ ശബ്ദം വരുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നത് 4-5 മെസ്സേജിന്റെ ശബ്ദം കേട്ടപ്പോ കൈ പിടിച്ചു. അപ്പോഴേക്കും പകുതി സ്വത്ത് കുചേലന് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ നമുക്ക് മനസ്സിലാവും, അന്ന് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണന്റെ സ്വത്ത് പകുതി അപ്പട്ടത്തെ കിട്ടിയെന്ന് വെച്ചാൽ ഫുൾ ഫണ്ട് ട്രാൻസ്ഫർ ആണ്. അത് പഠിപ്പിച്ചിട്ട് അന്ന് മാഷ് പറഞ്ഞു, കുട്ടികളെ നിങ്ങളിൽ ചിലരൊക്കെ ഭാഗ്യം കൊണ്ട് ശ്രീകൃഷ്ണന്മാരുടെ പദവിയിലും നല്ല സമ്പന്നന്മാരാവും, അധികാരമുണ്ടാവും, സമ്പത്തുണ്ടാവും, പദവി ഉണ്ടാവും, സുഖസൗകര്യം ഉണ്ടാവും. ചില കുട്ടികൾ നിർഭാഗ്യം കൊണ്ട് കുചേലന്മാരാവും, ദാരിദ്ര്യമാവും, പട്ടിണിയാവും, നഷ്ടപ്പാടാവും, മക്കളെ പോറ്റാൻ കഴിയില്ലാവും. അങ്ങനെയുള്ള കുചേലനായ സഹപാഠി വന്നാൽ ശ്രീകൃഷ്ണൻ പെരുമാറിയതുപോലെ മാത്രമേ പെരുമാറാവൂ എന്നാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ കോളേജ് നമുക്ക് തന്നത് അതാണ്. നമ്മുടെ കൂട്ടത്തിൽ ശ്രീകൃഷ്ണന്മാരുണ്ടാവും അല്ലേ, നല്ല പദവിയിലെത്തിയ ആളുണ്ടാവും, എന്നെക്കുള്ള കുചേലന്മാരുണ്ടാവും. കുചേലൻ വന്നാൽ പേര് കൃഷ്ണനാണെങ്കിലും സാമ്പത്തികമായി വലിയ ശ്രീകൃഷ്ണനായിട്ടില്ല. എന്നെക്കാളൊക്കെ താഴെ എത്രയോ ആളുകളുണ്ട്, വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവർക്ക് ഇങ്ങനത്തെ മീറ്റിങ്ങിൽ വരാൻ പറ്റില്ല. നിങ്ങൾ അലുമിനിയം മീറ്റിംഗ് വിളിച്ചാൽ വരാൻ പറ്റാത്ത വിധത്തിൽ ദുരിതങ്ങൾ കഴിയുന്ന നമ്മുടെ കൂടെ പഠിച്ച എത്രയോ ആളുകൾ. ഇപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് നമുക്ക് ചെയ്യാവുന്ന മെസ്ബക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇപ്പൊ പറഞ്ഞല്ലോ, കുറെ ദരിദ്രരായ കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ പറ്റാത്തതിന്റെ വേദന അനുഭവിച്ചവരാണ്. ഒരു കൊല്ലം മുഴുവൻ തെറ്റിദ്ധരിച്ച് നടന്നു, ഒന്നും സഹായിക്കാൻ ഉണ്ടായില്ല. ഇങ്ങനെ ഒരു മെസ്ബോ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ കഥാപ്രസംഗം ചെയ്ത് കഷ്ടപ്പെടണ്ട, അല്ലാതെ തന്നെ കിട്ടുമായിരുന്നു. ഇതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് കഷ്ടപ്പെട്ട് കഴിയുന്നത് എന്ന് അന്വേഷിക്കാൻ ഒരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. നമ്മൾ അതിനൊരു ഇൻവെസ്റ്റിഗേഷനും നടത്തണ്ട. അപ്പൊ അതിരമാരൊക്കെ രാജ്യത്ത് മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. എവിടെയെങ്കിലും നമ്മുടെ കൂടെ പഠിച്ച പൊന്നാനി MBS കോളേജിൽ പഠിച്ച ഒരു കുട്ടി, അല്ല ഒരു കുട്ടിയല്ലേ, കുട്ടിയാണ്, അയാൾ കഷ്ടപ്പാടാണ്, രോഗമാണ്, ദാരിദ്ര്യമാണ്, കഷ്ടം എന്ന് വരുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവരെ സഹായിക്കാൻ സാധിക്കും. ഇപ്പൊ മെസ്പോ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമായിട്ട് പറയല്ല, ഒരു സംസ്കാരം തമ്മിൽ സഹായിക്കാനുള്ള കാരണം. ഒരു ഉമ്മ പെറ്റ മക്കളാണ് നമ്മൾ, ഒരു അമ്മ പെറ്റ മക്കളാണ് നമ്മൾ. പല പദവിയിലെത്തിയാലും നമ്മളൊക്കെ ആ കോളേജിനെ ആലോചിക്കുമ്പോൾ ഒരു പഴയ കുട്ടികളാണ്. ആ കുട്ടിത്വം നഷ്ടപ്പെടാതെ പരസ്പരം സഹായിക്കാനുള്ള സംവിധാനം പരസ്പരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ അപ്പുറത്തുണ്ടല്ലോ, ദുബായിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഇപ്പോൾ കോളേജിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അത് ചെയ്യേണ്ടതെന്ന് പറയില്ല. കോളേജിന് വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യം, കോളേജിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മെസ്ബോയുടെ വന്നിട്ട് മീറ്റിംഗ് കൂടി പോയി. ഇപ്പൊ അവിടെ നാക്കിന്റെ അക്രഡിറ്റേഷൻ കിട്ടി, കോളേജ് ഗംഭീരായി. പഴയ കോളേജിൽ നിന്നല്ല, മെസ് കോളേജിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട കോളേജുകളൊന്നായി. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്
അതിൽ ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മൾ പൊന്നാനിയുടെ മക്കൾ ഏകോദര സഹോദരന്മാരായി കഴിയും. അതുകൊണ്ടാണല്ലോ ഇപ്പം എന്നെ കാണണമെന്ന് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഈ തിരക്കിനിടയിൽ നിങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം. ഞാൻ മീറ്റിംഗ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമൊന്നുമല്ല പ്രസംഗിച്ചത്. മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ കഠോരമായിട്ടൊക്കെ പ്രസംഗിക്കും. അത് പ്രസംഗിക്കുന്നവർക്ക് ഒരു സ്വഭാവമുണ്ട്, അത് ഉപദേശം പറയുന്ന പോലെ ഇങ്ങനെ പറയും. ഞാൻ വേറെ അത് നമ്മളിവിടെ അങ്ങനെ പറയുന്നില്ല. നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ മക്കളാണ്. ഈ ഒരു വികാരം മനസ്സിൽ സൂക്ഷിക്കുക. നമുക്കൊരു സൂര്യനേ ഉള്ളൂ. ജലത്തിന് ജാതിയും മതവുമില്ല, വായുവിന് ജാതിയും മതവുമില്ല, മനുഷ്യന്റെ പ്രാഥമികമായ ഒന്നിനും വിഭാഗീയതയില്ല. കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാർ മാത്രമായിരുന്നു. പ്രളയം വന്നപ്പോഴും നമ്മളൊക്കെ മനുഷ്യന്മാർ മാത്രമായിരുന്നു. അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യർ മാത്രമാണ്. അപ്പം ആ മാനുഷികതയുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇത്തരം കൂടിച്ചേരലുകളെ മാറ്റാൻ സാധിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പൊന്നാനിയെക്കുറിച്ച് 2 മഹാകവികൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് മഹാകവി ഇടശ്ശേരിയാണ്, ഇസ്ലാമിലെ വൻമല. മറ്റൊന്ന് ഗോവിന്ദനാണ്, എം ഗോവിന്ദൻ, പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം. ഉറൂബുണ്ട് പൊന്നാനിയിൽ. ഉമ്മാച്ചുൻ്റെ കഥ ഉറൂബാണ്, സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ പൊന്നാനിക്കാരനായ എഴുത്തുകാരനാണ്. അതിൽ നായകന്മാരിൽ ഒരാളായ ഇരുമ്പൻ ഗോവിന്ദൻ നായർ മതം മാറി സുലൈമാനായി. അതാണ് പൊന്നാനിക്കാർ ഇതിൽ കൃത്യമായിട്ട് അത് കണ്ടിട്ടുണ്ട്. മതം മാറി സുലൈമാനായി കോഴിക്കോട് കല്ലായിക്കടവത്ത് മരച്ചാപ്പയിൽ ജോലി ചെയ്യുമ്പോൾ മരച്ചാപ്പയിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന 2 കുട്ടികളുള്ള ഖദീജ എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. അപ്പോൾ സുലൈമാനാണ്. അങ്ങനെ ഇരിക്കെ കല്ലായിപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് വേണ്ടി ചാടി. അയാളെ സുലൈമാൻ രക്ഷിച്ച് വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ പണ്ട് ഗോവിന്ദൻ നായരായിരുന്ന കാലത്ത് അയാൾക്ക് അമ്മാളുവമ്മ എന്ന സ്ത്രീയിലുണ്ടായ മകനാണ് ഈ വിശ്വനാഥ്. ഒരു വിചിത്രമായ നാടക അദ്ദേഹം. ഇയാൾ ഇപ്പോൾ സുലൈമാനാണ്, ഖദീജയുടെ കെട്ടിയവനാണ്. ഖദീജ 2 കുട്ടികളെ പോയിട്ട് ജീവിക്കാൻ. അപ്പൊ താൻ പണ്ട് ഗോവിന്ദൻ നായരായിരുന്നു, തനിക്കുണ്ടായിരുന്ന മകനാണ് ഇവൻ. ഭാര്യയോട് പറയാനാണ് ഒരു മടി, പറയാതിരിക്കാനും പറ്റില്ല. സത്യസന്ധനായതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അയാൾ വളരെ ആകുലനായിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഖദീജയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല. അപ്പോൾ ഗോവിന്ദാർ ചോദിക്കും, ഗോവിന്ദാരല്ല സുലൈമാൻ ചോദിക്കും, ഖദീജ നിനക്ക് ഇത് താങ്ങാൻ കഴിയും? അപ്പോൾ ഖദീജ പറയുന്നൊരു ഡയലോഗ് ഉറൂബ് എഴുതിയിട്ടുണ്ട്. അത് എന്ത് ചെയ്തു? എൻ്റെ 2 മക്കളെ നിങ്ങൾ തോറ്റുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെയല്ലേ? എൻ്റെ 2 മക്കളെ നിങ്ങൾ പോയിട്ടുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ മോൻ എൻ്റെ മോനും പാടെ അല്ലേ? ആ നിമിഷത്തിലേതുപോലെ അത്രയും സുന്ദരിയായി അയാൾ ഒരിക്കലും ആ കുടുംബിനിയെ കണ്ടിട്ടില്ല എന്നും ഉറൂബ് എഴുതിയിട്ടുണ്ട്. ഞാനൊരു കോളേജിൽ പോയിട്ട് ഇത് പറഞ്ഞു, ചോദിച്ചു കുട്ടികളോടൊക്കെ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഖദീജ അത്ര സുന്ദരിയായത്? അപ്പോൾ കുട്ടികളുടെ ആരും എഴുതിയിട്ടെന്ന് പറഞ്ഞു, അവള് ഫെയർ ആൻഡ് ലവ്ലി പറ്റും. അവർക്ക് അറിയുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലി അവനറിയുന്ന സാധനമാണ്, അത് പുരട്ടയിലുണ്ടാവുന്നതാണ്. പക്ഷെ പൊന്നാനിക്കാരനായ ഉറൂബ് പഠിപ്പിച്ചത് മനുഷ്യ സ്നേഹം വർദ്ധിക്കുന്ന സമയത്ത് മനുഷ്യന്റെ മുഖത്ത് കാണപ്പെടുന്ന പ്രകാശമാണ് സൗന്ദര്യം. ആ അർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ കാണുന്നത് സുന്ദരികളെയും സുന്ദരന്മാരെയും മാത്രമാണ്. കാരണം നമ്മൾ പൊന്നാനിക്കാർക്ക് അസുന്ദരന്മാരാവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പൊന്നാനിയുടെ മഹത്വം. ഇത് ഞങ്ങൾ എഴുത്തുകാർ പറഞ്ഞ് നാടുകൾ. ഞാൻ പൊന്നാനി ഇംഗ്ലീഷ് കോളേജിന്റെ മീറ്റിംഗിൽ മാത്രമൊന്നുമല്ല കേട്ടോ, നാട് മുഴുവൻ ഈ പൊന്നാനി മഹത്വം പാടി നടന്ന് ഞാൻ പൊന്നാനി പ്രാദേശികവാദിയാണെന്ന് പറയാൻ അത് ആക്ഷേപിക്കുന്നു. പക്ഷെ അതൊരു അഭിമാനമായിട്ട് പറയും. അപ്പോൾ ഗോവിന്ദന്റെ വരികൾ അവസാനിപ്പിക്കാം. മർത്യനെ അവന്റേതാം മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനി? മർത്യനെ അവന്റേതാം മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനി? പാറമേലല്ല പുള്ളുമാമണൽ കാട്ടിലല്ല മാളികപ്പുറത്തല്ല മാനവഹൃദയത്തിൽ മതമല്ലല്ലോ മാൺപും ഉണ്മയും മനുഷ്യന്റെ ഹിതമേ വിവേകമേ നീ വിധികർത്താവിനി പൂജയും കൂദാശയും ഈമാനും പുതുക്കുക ഭൂതജീവിതത്തിന്റെ പുത്തരിയംഗം വെട്ടി
ആരെ നാം ഏൽപ്പിക്കുമീ കാര്യങ്ങൾ? ഇടശ്ശേരി ഗോവിന്ദൻ നായരില്ലേ ഈടവത്തിരുത്തിയിൽ സങ്കടാരജിയായി അല്ലാഹു ഹാജരായി. എന്നാലോ കൂട്ടായി കൃഷി ചെയ്തൂടെ ദുനിയാവിൽ? എങ്കിലങ്ങനെ തന്നെ അത്തീർപ്പിനപ്പീലുണ്ടോ? ഞങ്ങളേവരും ഏകലോകക്കാർ പൊന്നാനിക്കാർ. അതാണ് പൊന്നാനിക്കാരുടെ സവിശേഷത. ഏകലോകക്കാർ, നമുക്ക് ഒറ്റ ലോകമേ ഉള്ളൂ. ആ പൊന്നാനിത്വം എവിടെയും നഷ്ടപ്പെടുത്തരുത്. ആ പൊന്നാനിത്വമാണ് നമ്മുടെ അഭിമാനം, നമ്മുടെ അന്തസ്സ്, നമ്മുടെ അസ്തിത്വം. അതുകൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയ വലിയ സന്തോഷം, എൻ്റെ പൊന്നാനി സഹോദരന്മാരെ, എൻ്റെ പൊന്നാനി സ്നേഹിതരെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി കാണാനും നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാനും സാധിച്ച ഈ നിമിഷത്തിൽ മെസ്പോയോട് എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കും. എനിക്കെന്നെ അറിയില്ല എന്താ പ്രസംഗം, അതുകൊണ്ട് പ്രസംഗമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. സന്തോഷം.